വി സി വുഡ്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. സൂപ്പർമാൻ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കണം. ഇതിൽ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഫ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്കാണ്. സോ സൂപ്പർമാൻ എന്ന സിനിമ DCU അല്ലെങ്കിൽ DC സിനിമാറ്റിക് യൂണിവേഴ്സ് സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ജെയിംസ് ഗൺ DCയിലേക്ക് വന്ന് അദ്ദേഹം DC യൂണിവേഴ്സിനെ പുനർജനിപ്പിക്കാൻ പോകുന്നത് ദ റീബേർത്ത് ഓഫ് DC എന്നൊക്കെ പറയാൻ പറ്റും. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് സൂപ്പർമാൻ. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ആൾക്കാർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ്. സോ ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് സീൻ നോക്കുകയാണെങ്കിൽ സൂപ്പർമാന് ഭയങ്കര പോസിറ്റീവായിട്ട് എനർജിക്കായിട്ട് കാണിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നേരെ തലതിരിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ട്രെയിലർ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. ആൻഡ് ഇതിൽ നോക്കുകയാണെങ്കിൽ സൂപ്പർമാൻ ആദ്യം തന്നെ തറയെ വീണുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം മിക്ക സിനിമ സൂപ്പർമാൻ്റെ ആ ഒരു ഹീറോയിക് ലാൻഡിങ്ങോ അല്ലെങ്കിൽ പുള്ളി ആ ഒരു പറന്നു പോകുന്ന ആ റൈസ് അപ്പ് ചെയ്യുന്ന ആ ഒരു മൊമെൻ്റൊക്കെ ആയിരിക്കും ട്രെയിലർ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടാകുക. പക്ഷേ ഇവിടെ നമ്മൾ സൂപ്പർമാൻ രക്തത്തിൽ രക്തത്താൽ വന്ന് ഒരു ഐസിൽ വന്ന് വീഴും പോലെ കാണിച്ചാണ് ട്രെയിലർ തുടങ്ങിയിരിക്കുന്നത്. ആൻഡ് അവിടെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ക്ലാർക്ക് കെന്റിനെ കാണിക്കുന്നുണ്ട്. രണ്ട് ഇത് മാറി കാണിക്കുന്നുണ്ട്. ആൻഡ് അദ്ദേഹം വിസിലടിക്കാൻ നേരത്ത് നോക്കിയാൽ നമ്മളുടെ ഡോഗ് നമ്മളുടെ ക്രിപ്റ്റോ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. സോ ക്രിപ്റ്റോയ്ക്ക് ഒരു പുതിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രിപ്റ്റോ സാധാരണ ഒരു ലാബായിരിക്കും. ഇതിൻ്റെ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ, നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ തന്നെ ഒരു ഡോഗിൻ്റെ ബേസ് ചെയ്താണ് ഈ ഒരു ഡിസൈൻ എടുത്തിട്ട് വന്നിരിക്കുന്നത്. ട്രെയിലറിൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ട്രെയിലർ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഒരുപാട് കോമിക് അക്യുറേറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണം നോക്കിയാൽ ഡെയിലി പ്ലാനറ്റ് അതിൻ്റെ സിമ്പിൾ, ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ ഗ്ലോബ് കറങ്ങുമ്പോൾ ഒരു സിമ്പിളുണ്ട്. അത് കോമിക് അക്യുറേറ്റ് ആയിട്ട് എടുത്തു നോക്കിയിട്ടുണ്ട്. സൂപ്പറിൻ്റെ സ്യൂട്ട് ആയിക്കോട്ടെ, അണ്ടർവെയർ പുറത്ത് വരുന്ന ആ ഒരു സ്യൂട്ടൊക്കെ കോമിക് അക്യുറേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ശ്രമിച്ചിട്ടുണ്ട്. ട്രെയിലർ കാണാൻ മനസ്സിലാവുന്നത് ഇതൊരു ഒറിജിൻ സ്റ്റോറി ആവാൻ ചാൻസ് വളരെ കുറവാണ്. ബേസിക്കലി ഈ ഒരു യൂണിവേഴ്സിറ്റി സൂപ്പർമാൻ ഉണ്ട്, അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. സൂപ്പറിന് പവേഴ്സ് എന്താണെന്നും ആൾക്കാർക്ക് അറിയാം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ നടക്കുന്ന സ്ഥലത്ത് ഏതോ ഒരു സ്ഥലത്ത് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ബൊറുവിയ എന്ന് പറയുന്ന സ്ഥലത്ത്. ആൻഡ് അവിടെ ഒരു കുട്ടി ഒരു ഫ്ലാഗിൽ സൂപ്പർമാൻ സിമ്പിളും പൊക്കി കാണിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഒരു വാർ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല സൂപ്പർമാൻ ഒരു വലിയ മോൺസ്റ്റർ ആയിട്ടുള്ളൊരു ജീവിയുടെ ഫൈറ്റും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ഗോഡ്സില വിചാരിച്ചത്, ഗോഡ്സില വൈസസ് സൂപ്പർമാൻ നടന്നിട്ടുണ്ട് കോമിക്സിൻ്റെ അകത്ത്. ആക്ച്വലി ഗോഡ്സില അല്ല, ഇത് ഏതൊരു പുതിയ ജീവിയാണ്. ആൻഡ് അതിന് ഫയർ ബ്രീത്തിങ് പവറും ഉണ്ട്. ആൻഡ് ആ ഒരു ഫൈറ്റിലായിരിക്കും നമ്മൾ സൂപ്പർമാൻ്റെ ഡ്രസ്സ് കരിഞ്ഞിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് വന്ന പോസ്റ്റേഴ്സിലും സൂപ്പർമാൻ്റെ ഡ്രസ്സ് കുറച്ച് കരിഞ്ഞതുപോലെ കാണിച്ചിട്ടുണ്ടാകും. സോ ഇതിൻ്റെ അത് കാണാൻ കഴിയുന്നുണ്ട്. സോ ഇതിൻ്റെ സൂപ്പർമാനിൽ ഒഴിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അപ്പിയർ ആവുന്നുണ്ട്. അതിൻ്റെ ക്യാമിയോസ് എന്ന് പറയാൻ കഴിയത്തില്ല, എല്ലാം എൻ്റെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സാണ്. ഒന്ന് നോക്കിയാൽ നമ്മുടെ ഗ്രീൻ ലാൻഡ്രൻ ഈ പടത്തിൽ അപ്പിയർ ആവുന്നുണ്ട്. മിസ്റ്റർ ടെറിഫിക്, അതുപോലെ തന്നെ ഹോക്ക് പോലുള്ള കഥാപാത്രങ്ങളും ഈ സിനിമയ്ക്കകത്ത് അപ്പിയർ ആവുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് ഒരു JSA ടീം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സൂപ്പർമാൻ നോക്കുകയാണെങ്കിൽ ഒരു ടീമിലും ഇതുവരെ പെടാത്തൊരു കഥാപാത്രമാണെന്നും എനിക്ക് തോന്നുന്നു. ഏതൊരു ബിഗ്ഗസ്റ്റ് ഫൈറ്റിൽ സൂപ്പർമാൻ എന്തോ ചെറുതായിട്ടൊരു കാര്യം തെറ്റായി ചെയ്യുമെന്ന് തോന്നുന്നു. അതിനുശേഷം ആളുകളെല്ലാം സൂപ്പർമാൻ എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു സീനിൽ നമ്മുടെ സൂപ്പർമാൻ തലയിൽ ആരോ കപ്പൊക്കെ വലിച്ചെറിയും പോലെ കാണിക്കുന്നുണ്ട്. സോ ബേസിക്കലി സൂപ്പർമാൻ ഇപ്പോൾ ആൾക്കാരെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി അദ്ദേഹം ചെയ്ത ഒരു കാര്യം കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അതുപോലെ നമ്മുടെ ലെക്സ് ലൂതറിൻ്റെ ഒരു ലുക്കും കാണിച്ചിട്ടുണ്ട്. ആൻഡ് ലെക്സ് ലൂതർ നിങ്ങൾക്ക് അറിയില്ല, സൂപ്പർമാൻ്റെ ഓഫ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു വില്ലനാണ്. ആൻഡ് എന്താ പറയുക, ഒരു ബേസിക്കലി ഒരു ഈഗോ കോംപ്ലക്സ് ആണ് നമ്മളെ ലെക്സ് ലൂതറിനുള്ളത്. ആൻഡ് നമ്മൾ സൂപ്പർ ഏലിയനാണ്, ഏലിയനെ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ളൊരു ഈഗോ ക്ലാഷാണ് ആക്ച്വലി ഉള്ളത്. ആ ഒരു എന്താ പറയുക, ആ ഒരു ലെക്സ് ലൂതറിനെ വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു വലിയൊരു മോൺസ്റ്റർ ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പടത്തിൽ. ആൻഡ് അതുപോലെ തന്നെ ട്രെയിലറിൽ ഒട്ടുമിക്ക സീനിൽ നമ്മൾ ലൂയിസ് ലെയിനെ കാണിച്ചിട്ടുണ്ട്. ലൂയിസ് ലെയിൻ പടത്തിൽ മെയിനായിട്ടൊരു കഥാപാത്രമായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ പ്രോബബ്ലി ട്രെയിലർ കാണാൻ നേരത്ത് നമുക്ക് ലൂയിസ് ലെയിന് നമ്മളെ ക്ലാർക്ക് കെന്റിൻ്റെ ആ ഒരു സീക്രട്ട് ഐഡൻറ്റിറ്റി, അതായത് ക്ലാർക്ക് കെന്റ് സൂപ്പർമാനും ഒരാളാണെന്നുള്ള കാര്യം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ട്രെയിലർ കാണുമ്പോഴും അങ്ങനെയാണ് തോന്നുന്നത്. കാരണം രണ്ടിടത്ത് നമ്മളെ ലൂയിസ് ലെയിൻ ഉള്ളതുപോലെ കാണിച്ചിട്ടുണ്ട്. പ്രോബബ്ലി അത് സീക്രട്ട് ആയിരിക്കാൻ ചാൻസ് ഇല്ല. ആൻഡ് ഈ ഒരു യൂണിവേഴ്സിൽ സൂപ്പർമാൻ ഓൾറെഡി എക്സിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു എന്താ പറയുക, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ആൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ പവേഴ്സും ആൾക്കാർക്കും അറിയാം. പക്ഷേ ഈ ഒരു കഥ നടക്കുന്ന സമയത്ത് സൂപ്പർമാനെ തന്നെ ഓവർപവേർഡ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ സിനിമയ്ക്കകത്ത് അപ്പിയർ ആവുന്നുണ്ട്. ഒരു സീനിൽ സൂപ്പർമാനെ തന്നെ ബ്ലീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ യൂണിവേഴ്സിറ്റി അകത്തുണ്ട്. ആരാണ് നമുക്കറിയത്തില്ല. ഇനി ലീക്ഡ് ആയിട്ടുള്ള കുറച്ച് ഫുട്ടേജിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട യു എന്നൊരു സിമ്പിളൊക്കെ ഉള്ളൊരു കഥാപാത്രത്തിനെ കാണിക്കുന്നത് അൾട്രാമാൻ ആണെന്ന് പറയുന്നുണ്ട്. അത് സൂപ്പർമാൻ്റെ വേറൊരു ഈവിൾ ഐഡൻറ്റിറ്റിയാണ്, വേറൊരു വേർത്തിലുള്ള ഐഡൻറ്റിറ്റിയാണ്. അതായിരിക്കുമോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. പടത്തിൽ മെറ്റോമോർഫ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അപ്പിയർ ആവുന്നുണ്ട്. മെറ്റോമോർഫ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഒരു മെറ്റ ഹ്യൂമൻ ആണ്. അദ്ദേഹത്തിനൊരു എന്താ പറയുക, ഒരു പവർ കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം ഏത് സബ്സ്റ്റൻസ് തൊടുന്നു ആ സബ്സ്റ്റൻസ് ആയിട്ടാണ് അദ്ദേഹം മാറാൻ കഴിയും.
സാധനത്തിന് പവർഫുള്ളായ ഒരു കഥാപാത്രമുണ്ട്. പ്രോബ്ലി ഒരു വില്ലനല്ല, മിക്ക അനിവേഴ്സിനും ഒരു വില്ലനായിട്ട് കാണിച്ചിട്ടില്ല, ഒരു ആൻജീറോ കഥാപാത്രം കാണിച്ചിട്ടുണ്ടാവും. ആ കഥാപാത്രം അപ്പിയർ ആവുന്നുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമയ്ക്ക് അപ്പിയർ ആവുന്നുണ്ട്. ഇതൊരു സൂപ്പർമാൻ സിനിമ തന്നെയാണോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ അപ്പിയർ ആവുന്നുണ്ട്. പക്ഷേ ട്രെയിലർ കാണാൻ നേരത്ത് ഇത് സൂപ്പർമാൻ്റെ ചുറ്റുമാണ് സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ട്രെയിലർ ആയിരുന്നു. എത്ര പേര് ട്രെയിലർ കണ്ടു, എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര പേര് സൂപ്പർമാൻ എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റു കാണാൻ അതുവരെയും സൈനിങ് ഓഫ്.